സർവ്വ മുഅ്മിനീങ്ങളെയും മുഅ്മിനാത്തുകളെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. അർഹമുർ-റഹീമീനായ അൽ-മലിക്കുൽ ജബ്ബാറായ റബ്ബ് നമ്മുടെ മജ്ലിസ് അവൻ പൊരുത്തപ്പെട്ട ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും അല്ലാഹു ആജിലായ ശിഫ നൽകട്ടെ, ആരോഗ്യം പ്രദാനം ചെയ്യട്ടെ. സാധാരണ സംസാരിക്കുന്നത് പോലെ സ്വലാത്തിന് മുന്നോടിയായി അല്പം ചില കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കാം. പരിശുദ്ധ ഖുർആനിലെ ചെറിയ ഒരു അധ്യായം, ആ അധ്യായത്തിൽ വലിയ ഒരു ആശയം അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുന്നു. നമുക്കറിയാം, ലോകത്ത് മറ്റിതര സൃഷ്ടികളെ അപേക്ഷിച്ച് അല്ലാഹു തആല ബുദ്ധിയും വിവേകവും ചിന്താശേഷിയും ഒക്കെ കൊടുത്ത ഏറ്റവും ഉത്കൃഷ്ടനായ ഒരു സൃഷ്ടിയാണ് മനുഷ്യൻ. സൂറത്തുൽ ബഖറ അല്ലാഹു തആല തുടങ്ങുന്നത് തന്നെ വലഖദ് കറംനാ ബനി ആദം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പരകളെ നാം ബഹുമാനിച്ചിരിക്കുന്നു, ആദരിച്ചിരിക്കുന്നു എന്നാണ്. അള്ളാഹു ബഹുമാനിക്കുക എന്ന് പറഞ്ഞത് ചെറിയൊരു വിഷയമല്ല. മനുഷ്യന് വേണ്ടി അള്ളാഹു ഈ ലോകത്ത് പടച്ച എല്ലാറ്റിന്റെയും സൃഷ്ടാവായ അള്ളാഹു തആല ആ സൃഷ്ടികളിൽ നിന്ന് പ്രത്യേകം ഞാൻ ബഹുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ സൃഷ്ടി, ഒരേ ഒരു സൃഷ്ടി, അത് മനുഷ്യനാകുന്ന ബുദ്ധിയുള്ള ആളുകളെ പറ്റിയാണ്. ഏത് മനുഷ്യനെയാണ് അല്ലാഹു തആല ബഹുമാനിച്ചത് എന്നുകൂടെ നമ്മൾ പരിശോധിക്കുകയാണ്. ഒരു മനുഷ്യന്റെ ധാർമ്മികമായ മൂല്യങ്ങൾ നമുക്കറിയാം. നമ്മുടെ മൊബൈൽ ഫോൺ എടുത്ത് ഇപ്പൊ 2025 വർഷം, ഏകദേശം ഒരു 1925 കലണ്ടർ നൽകുക. ഈ 1925 ഇവിടെ ഒരുപാട് മനുഷ്യർ ജീവിച്ചിരുന്നു. പരസ്പരം സ്നേഹത്തോടെ ജീവിച്ചവരെ കൂട്ടത്തിലുണ്ട്, പരസ്പരം ഐക്യത്തോടെ ജീവിച്ചവരുണ്ട്, ഉള്ള ഐക്യത്തെ തകിടം മറിച്ച് ജീവിച്ചവരുണ്ട്, മനുഷ്യന് ദ്രോഹമാകുന്നത് മാത്രം ചെയ്ത് ജീവിച്ചവരുണ്ട്, എന്നാൽ മനുഷ്യന് നന്മകൾ ചെയ്ത് ജീവിച്ചവരും ഉണ്ട്. ഇനി ഈ 2025 ശേഷം ഒരു 2090 അതേ ഫോണിൽ കലണ്ടർ ഒന്ന് അടിച്ചുകൊണ്ടുപോകും. ആ കാലത്തും ഇവിടെ മനുഷ്യർ ജീവിക്കേണ്ടതുണ്ട്. അവരിലും നല്ല മനുഷ്യരുണ്ടാകും, ഉപകാരം ചെയ്യുന്നവരുണ്ടാകും, ഉപദ്രവം ചെയ്യുന്നവരുണ്ടാകും. ഇത് ലോകത്തിന്റെ സ്റ്റാർട്ടിങ് മുതൽ ഖിയാമത്ത് നാൾ വരെ അള്ളാഹു പടച്ച മനുഷ്യരിൽ വ്യത്യസ്തരായ സ്വഭാവക്കാർ, വ്യത്യസ്തരായ മതക്കാർ, വ്യത്യസ്തരായ ഭാഷ, ദേശ, വർഗ, വർണ്ണ വ്യത്യാസമുള്ള ആളുകൾ എക്കാലത്തും ഉണ്ടാവും. എന്നാൽ അല്ലാഹു തആല ബഹുമാനിച്ചു എന്ന് പറയുന്നത് അല്ലാഹു തആല ബഹുമാനിച്ചു, ആദരിച്ചു എന്ന് പറയുന്നത് ചെറിയ ആളുകളെ പറ്റിയല്ല, മറിച്ച് നമ്മൾ സാധാരണ നമുക്കറിയാം, മനുഷ്യൻ അല്ലാഹു തആല പ്രകൃതിപരമായി കൊടുത്ത കുറെ അവയവങ്ങളുണ്ട്. 2 കൈകൾ, കാലുകൾ, അങ്ങനെ തുടങ്ങി നമ്മൾ സാധാരണ ഒരു നോർമൽ മനുഷ്യനിൽ കാണുന്ന അവയവങ്ങൾ. ഈ അവയവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു മനുഷ്യനെ നമ്മൾ കണ്ടാൽ നമ്മൾ അവരെ പറ്റി വൈകല്യമുള്ളവർ എന്നാണ് പറയുന്നത്. നമ്മിൽ നിന്ന് വ്യത്യസ്തമായ കഴിവുകൾ ഉള്ളതിനാൽ തന്നെ അവർക്ക് ടിക്കറ്റ് എടുക്കാൻ പോയാൽ ഒരു പ്രത്യേക ക്യൂ ഉണ്ടാവും. ബസ്സിൽ പോകുമ്പോൾ വികലാംഗർ എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം ഒരു സീറ്റ് അറേഞ്ച്മെന്റ് ഉണ്ടാവും. ഇത് നോർമലി മനുഷ്യനല്ലാത്ത എന്തെങ്കിലും വൈകല്യമുള്ള ആളുകൾക്ക് വേണ്ടി ആധുനിക ലോകത്ത് സംവിധാനിക്കപ്പെട്ടതാണ്. എന്നാൽ മനുഷ്യർക്കിടയിൽ ജീവിക്കുന്ന നമുക്ക് ശാരീരികമായി യാതൊരുവിധ വൈകല്യവും കാണാനില്ല. അതേസമയം അള്ളാഹുവിന്റെ പക്കൽ മാനസികമായി വൈകല്യമുള്ള കുറെ രോഗികളുണ്ട്.
എന്നാൽ നല്ല മനുഷ്യരും അമ്പിയാക്കൾ, ഔലിയാക്കൾ, ശുഹദാക്കൾ, സുലഹാക്കൾ, ഇമാമിങ്ങൾ, താബീങ്ങൾ, സിദ്ദീഖീങ്ങൾ, സൂഫിയാക്കൾ, ശുഹദാക്കൾ തുടങ്ങി ഇക്കാലം അത്രയും ജീവിക്കുന്ന നിസ്വാർത്ഥരായ ആലിമീങ്ങൾ, അവര് മനസ്സിന് വൈകല്യമില്ലാത്ത ആളുകളാണ്. എന്നാൽ മനസ്സിന് വൈകല്യമുള്ള, മാനസിക വൈകല്യമുള്ള ആളുകൾ ആരാന്നറിയുന്നു? മറ്റൊരാൾക്ക് ഗുണം ചെയ്യാതിരിക്കുക, ചെയ്യുന്നത് മുടക്കുക, മറ്റൊരാളോട് അസൂയ വെച്ച് പുലർത്തുക, മറ്റൊരാൾ ഉയരുന്നത് കാണാൻ സാധിക്കാതിരിക്കുക, ദ്രോഹം ചെയ്യുക, ഇങ്ങനെ തുടങ്ങിയിട്ട് മനസ്സ് വൈകല്യമായ ധാരാളം ആളുകൾ നമുക്കിടയിൽ ഉണ്ടാവും. അവരൊന്നും ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. പക്ഷേ അവരെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരേ ഒരാളേ ഉള്ളൂ. അതാരാന്നറിയുന്നത്? അല്ലാഹു തആല. അതുകൊണ്ടാണ് ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ അല്ലാഹുവിന്റെ പക്കൽ ഏറ്റവും സ്നേഹവും അവൻ ഏറ്റവും ബഹുമാനവും ഉള്ളവരാണ് അവർ നല്ല തഖ്വ ഉള്ള ആളുകളാണ്. തഖ്വ എന്ന് പറഞ്ഞാലോ നല്ല സൂക്ഷ്മതയോടെ ജീവിക്കുന്ന ആളുകളാണ്. ഒരുപാട് വ്യാഖ്യാനങ്ങൾ ഇമാമിയങ്ങൾ കൊടുത്ത വിഷയമാണ്. സാധാരണഗതിയിൽ മദ്രസയിലെ വിദ്യാർത്ഥികൾ പോലും പഠിക്കുന്ന തഖ്വയുടെ ഒരു ഡെഫിനിഷൻ ഉണ്ട്. ആ തഖ്വ ഹുവ ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹിഹി, അല്ലാഹു കൽപ്പിച്ചതിനെ ഫോളോ ചെയ്യുകയും അവൻ വിരോധിച്ചതിനെ വർദ്ധിക്കുകയും ചെയ്യുക, അതിനാണ് തഖ്വ എന്ന് പറയുന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുദീർഘമായ ഒരു ഹദീസ് പറയുമ്പോൾ അവിടുത്തെ ഹൃദയത്തിലേക്ക് ചൂണ്ടിയിട്ട് 3 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വഹാബികളെ, അത്തഖ്വ ഹാഹുനാ, അത്തഖ്വ ഹാഹുനാ, അത്തഖ്വ ഹാഹുനാ, തഖ്വ ഇവിടെയാണ്, തഖ്വ ഇവിടെയാണ്, തഖ്വ ഇവിടെയാണ്. അഥവാ ഹൃദയത്തിലാണ് തഖ്വയുള്ളത്. ഒരാളുടെ പ്രത്യക്ഷമായ സംസാരം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ പ്രതിഫലനം കൊണ്ടോ ഒന്നും അയാൾക്ക് തഖ്വയുണ്ട് എന്ന് സ്ഥിരീകരിക്കാൻ കഴിയില്ല. മറിച്ച് തഖ്വ ഉള്ളവർ എന്ന് പറഞ്ഞാൽ നല്ല മനസ്സിനുടമയായവർ. അവർക്ക് ഒരാളോടും ഒരു വിധത്തിലും വെറുപ്പില്ല. അവരെപ്പോഴും ചുരുങ്ങിയ കാലത്തെ ഇവിടുത്തെ ജീവിതം അവസാനിപ്പിച്ച് നശിച്ചു പോകാത്തൊരു ലോകത്തേക്ക് വേണ്ടി പരമാവധി തയ്യാറെടുപ്പുകൾ നടത്തി ജീവിക്കുന്ന ആളുകളാണ് നല്ല ഹൃദയമുള്ളവർ. അവരാണ് ബുദ്ധിയുള്ളവർ, അവരാണ് ബുദ്ധിയുള്ളവർ. അതുകൊണ്ടല്ലേ പരിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ നമ്മൾ നോക്കൂ. സൂറത്തുൽ ബഖറയിൽ അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. എന്താ തുടങ്ങുന്നത് എങ്ങനെയാണ്? അലിഫ് ലാം മീം എന്ന് പറഞ്ഞതിന് ശേഷം ദാലികൽ കിതാബു, പരിശുദ്ധ ഖുർആനിൽ ലാ റൈബ ഫീഹി, ഒരാൾക്കും ഒരു സംശയവും വേണ്ട, അത് ദൈവിക ഗ്രന്ഥം തന്നെയാണ് എന്ന് പറഞ്ഞതിന് ശേഷം പരിശുദ്ധ ഖുർആൻ പറയുന്നു, ആരോടാ ഖുർആൻ ഓതി പ്രസംഗിക്കേണ്ടത്? ആരോട് ഖുർആൻ ഓതുമ്പോഴാണ് എഫക്ട് ചെയ്യുന്നത്? ആരുടെ മനസ്സിനാണ് മാറ്റം വരുന്നത്? ഹുദൻ ലിൽ മുത്തഖീൻ, നല്ല തഖ്വയുള്ള അല്ലാഹുവിനെ ഭയക്കുന്ന മുസ്ലിമീങ്ങൾ ആരോ അവന്റെ മുന്നിൽ ഖുർആൻ ഓതിയാൽ, അവനോട് ഖുർആനിലെ ആയത്തുകൾ പറഞ്ഞാൽ, ഖുർആനിലെ നിർദ്ദേശങ്ങൾ പറഞ്ഞാൽ, ഖുർആനിലെ നിരോധനങ്ങൾ പറഞ്ഞാൽ, ആ തഖ്വയുള്ള മനുഷ്യന് ഫലം ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പഠിപ്പിക്കുന്നു. ഇരിക്കട്ടെ, എന്റെ വിഷയം അതല്ല. ചെറിയ ഒരു സൂറത്ത് അത് മാത്രം വിശദീകരിക്കാൻ അവസാനിപ്പിക്കാം. മനുഷ്യനായി ജീവിക്കുന്ന നമുക്ക് ആത്മീയമായി വലിയ മുന്നേറ്റം സാധ്യമാകണം. നമുക്കറിയാലോ, നമ്മുടെ നാട്ടിലെ ഹോസ്പിറ്റലിൽ കുറെ ഡോക്ടർമാർ വന്നൊരു ക്യാമ്പ് സംഘടിപ്പിച്ചാൽ ചുമ്മാ ഒരു ചെറിയ പല്ലുവേദന കാണിക്കാൻ നമ്മൾ അവിടെ എത്തും, ഒരു തലവേദന കാണിക്കാൻ നമ്മൾ അവിടെ മണിക്കൂറുകൾ ക്യൂ നിൽക്കും. അത് നമ്മുടെ ശരീരത്തിന്റെ പ്രതികൂല സാഹചര്യങ്ങളെ പ്രത്യക്ഷത്തിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് കൊണ്ടാണ്. എന്നാൽ മനസ്സിന്റെ രോഗം തിരിച്ചറിയാനുള്ള ഒരേ ഒരു വഴി എന്താണെന്നറിയോ? ആത്മീയമായി നിന്റെ മനസ്സ് പുറകോട്ട് പോയാൽ, ഖുർആൻ ഓതുന്നതിൽ നിന്ന് നിന്റെ ശ്രദ്ധ മാറിപ്പോയാൽ, നിസ്കരിക്കുന്നതിൽ നിന്ന് നിന്റെ ശ്രദ്ധ തെറിച്ചു പോയാൽ, നന്മകൾ പതിവാക്കുന്നതിനെ തൊട്ടും നന്മ പ്രവർത്തിക്കുന്നതിനെ തൊട്ടും നിന്റെ മനസ്സ് മാറിപ്പോയാൽ ശരിക്കും അല്ലാഹുവിനെ ഭയന്നോളണം. അതുകൊണ്ടല്ലേ ലോകത്ത് കിതാബ് എഴുതിയ സർവ്വ ഇമാമിങ്ങളും ഒരൊറ്റ കിതാബിലും ഇമാമികൾ അത് പറയാതിരുന്നില്ല. അവർ
അൽഹംദുലില്ലാഹി സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്തും സലാമും ചൊല്ലിയതിനു ശേഷം ആദ്യം അല്ലാഹുവിനെ സ്തുതിച്ചവർ പറയും, രണ്ടാമത് അവർ സ്വലാത്തും സലാമും പറയും, മൂന്നാമത് മഹാന്മാരായ സർവ്വ ഇമാമിങ്ങളും കിതാബിന്റെ തുടക്കത്തിൽ പറഞ്ഞ വാചകം വൽ ആഖിബതു ലിൽ മുത്തഖീൻ, വൽ ആഖിബതു ലിൽ മുത്തഖീൻ, അന്തിമ വിജയം തഖ്വ ഉള്ളവർക്കാണ്. അവസാന വിജയം എന്ന് പറഞ്ഞാൽ അത് ചിരിച്ചുകൊണ്ട് മരിക്കാൻ കഴിയില്ല. അവസാന വിജയം എന്ന് പറഞ്ഞാൽ കടങ്ങൾ പൂർണ്ണമായും വീട്ടി പൂർത്തിയാക്കി മരിക്കാൻ കഴിയില്ല. അവസാനത്തെ വിജയമെന്നാൽ തൗബ ചെയ്യേണ്ട വല്ല തെറ്റും അറിഞ്ഞോ അറിയാതെയോ വന്നുപോയെങ്കിൽ പൂർണ്ണമായി തൗബ ചെയ്ത് മരിച്ചു പോകലാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഹാനായ ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു വീടിന്റെ മേലെ ഇങ്ങനെ നിന്ന് താഴോട്ട് നോക്കി അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് മഹാനവർകൾ ഇങ്ങനെ കരഞ്ഞുപോയി. ആ കണ്ണിൽ നിന്ന് ഉറ്റു വീണ കണ്ണുനീര് താഴെ നിൽക്കുന്ന ഒരു മനുഷ്യന്റെ മുഖത്തേക്ക് പതിച്ചപ്പോൾ താഴെ നിൽക്കുന്ന മനുഷ്യൻ ഹസനുൽ ബസരിയോട് ചോദിച്ചു, ഉസ്താദ് അവറുകളെ, ഈ വെള്ളം ശുദ്ധിയുള്ള വെള്ളമാണോ? ഉടനെ മഹാനായ ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞു, മോനെ വേഗം ചെന്ന് കൈകൾ വൃത്തിയാക്കി കളയൂ. ഇത് പാപിയായ ഹസനുൽ ബസരിയുടെ കണ്ണിൽ നിന്ന് വന്ന കണ്ണുനീരാണ്. നിങ്ങൾ ഒരൊറ്റ നമസ്കാരം വായാക്കാത്തവർ, ഒരൊറ്റ സുന്നത്ത് വർജിക്കാത്തവർ, ഒരു നന്മയും ജീവിതത്തിൽ ഒഴിവാക്കാത്തവർ, ഒരു തിന്മയും ജീവിതത്തിൽ ചെയ്യാത്തവർ, ഒരൊറ്റ കറാഹത്ത് പ്രവർത്തിക്കാത്തവർ, ആ മഹാന്മാർ അല്ലാഹുവിനെ ഭയന്നവരെ കണ്ണിൽ നിന്ന് ഉറ്റുവീണ കണ്ണുനീരിന് കൊടുത്ത വിശദീകരണം ഒരു പാപിയായ ഹസനുൽ ബസരിയുടെ കണ്ണിൽ നിന്ന് ഉറ്റുവീണ കണ്ണുനീരാണ്. എന്റെ പ്രസംഗം കേൾക്കുന്ന മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ഒരു ദിവസം എല്ലാം മടക്കി വെച്ചൊരു യാത്ര പോകാനുണ്ട്, എല്ലാം വിട്ടെറിഞ്ഞൊരു യാത്ര പോകാനുണ്ട്. ഇഷ്ടമുള്ള ഒരു ഉപകരണമോ, ഇഷ്ടമുള്ള ഒരു മനുഷ്യനെയോ, ഇഷ്ടമുള്ള ഒരു സംവിധാനങ്ങളെയോ കൂടെ കൂട്ടാൻ കഴിയാത്ത തനിച്ചുള്ളൊരു യാത്ര. ആ യാത്ര എവിടെ വെച്ച് നിശ്ചലമാകുമെന്നറിയില്ല. നിങ്ങൾക്കറിയില്ല, ഈ അടുത്തൊരു വലിയ എഴുത്തുകാരൻ മരണപ്പെട്ടു. ആരായിരുന്നു അത്? എം.ടി. വാസുദേവൻ. പ്രഗത്ഭനായ എഴുത്തുകാരനാണ്. എന്റെ ഓർമ്മ ശരിയെങ്കിലും മരണത്തെ മനസ്സിലാക്കാൻ ഇത്ര കൃത്യമായി എഴുതിയ മറ്റൊരു എഴുത്തുകാരനുണ്ടായിട്ടില്ല. മരണം എന്നാൽ ഒരു രംഗബോധമില്ലാത്ത കോമാളിയാണ് എന്നാണ് മരണത്തിന് അദ്ദേഹം വ്യാഖ്യാനം കൊടുത്തത്. ആ എം.ടിയും മരണത്തിന് കീഴടങ്ങി. സുബ്ഹാനല്ലാഹ്. മരിക്കാതെ ആരെങ്കിലും ഇവിടെ ബാക്കിയുണ്ടോ? ഒരാളും ബാക്കിയില്ല. മരിക്കുമെന്ന ഉറപ്പുള്ള നമ്മളെങ്ങനെ മരണത്തിന് ശേഷം കിട്ടേണ്ട പ്രതിഫലത്തെ നഷ്ടപ്പെടുത്തുന്നു? നമ്മളെങ്ങനെ കിട്ടിയ നേരം നമുക്ക് വേണ്ടി ജീവിക്കേണ്ടതല്ല, നമുക്ക് വേണ്ടി നല്ലോണം നമ്മൾ ജീവിക്കണം. നമുക്ക് നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ ഭാര്യ മക്കൾക്ക്, മാതാപിതാക്കൾക്ക് വേണ്ടി ഒക്കെ ജീവിക്കുന്നതിന് പുറമെ നമുക്ക് ചുറ്റുമുള്ള ആളുകളുടെ നൊമ്പരപ്പാടുകൾ നമുക്കറിയാൻ കഴിയണം, അവരുടെ വേദനകൾ നമുക്കറിയാൻ കഴിയണം, അവരുടെ വിശപ്പ് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. അങ്ങനെ നമ്മുടെ ചുറ്റുമുള്ള ആളുകളിലേക്ക് കൂടെ നമ്മുടെ ശ്രദ്ധ പോകണം. ഇത് നമുക്ക് കിട്ടിയാൽ മതി പൈസ, എന്ത് ചെയ്താലും തിരക്കില്ല, നമ്മളെ കീശം അറിയണം, നമുക്ക് കിട്ടണം പൈസ. എന്നാൽ വെറും ഒരു പൈസ പിരാന്തമായി നെട്ടോട്ടമോടുന്ന ഒരു സമുദായം വ്യാപകമായി വന്നപ്പോ എന്തുണ്ടായി എന്നറിയോ? ആത്മീയമായി അവൻ പറവോട്ടടിച്ചു. അള്ളാന്റെ മക്കൾ പ്രതിഫലം കിട്ടേണ്ട ഒരു കർമ്മത്തെയും ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ അവർക്ക് സാധിക്കാതെ പോകുന്നു. വലിയ ദുരന്തമാണത്, വലിയ അപകടമാണത്. നിങ്ങൾ കണ്ടില്ലേ, അമേരിക്കയിലെ ലോസ് ആഞ്ചലസ്, അതുകൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ്. വലിയ വലിയ ഹോളിവുഡ് താരങ്ങൾ കോടിക്കണക്കിന് ബില്യൺ രൂപ ചെലവഴിച്ചുണ്ടാക്കിയ വലിയ വലിയ കെട്ടിടങ്ങളാണ് പ്രകൃതി ദുരന്തമാണ് എന്ന് ശാസ്ത്രലോകം പഠിപ്പിച്ചൊരു കാട്ടുതീയുടെ പേര് കത്തി അമരുന്നത് എത്ര ദിവസമായി അറിയോ? ദിവസങ്ങളോളമായി. ലോകത്തിൽ നമ്പർ 1 രാജ്യമായ ആധുനികമായ മുഴുവൻ സംവിധാനങ്ങളുമുള്ള അമേരിക്ക പോലെയുള്ള ഒരു വലിയ രാഷ്ട്രത്തിന് പോലും അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് മുന്നിൽ പതറിപ്പോകുന്ന കാഴ്ച. നമ്മളൊക്കെ എന്ത് മനുഷ്യൻ എന്നതൊരു നിസ്സഹായനാണ് എന്ന് നാൾക്ക് നാൾ നമ്മൾ ബോധ്യപ്പെടുത്തുന്നു. അതിനൊരു 3 ദിവസം മുമ്പല്ലേ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന വലിയ ജ്വല്ലറി ഉടമസ്ഥൻ 3 ദിവസം പോയി ജയിലിൽ കിടന്നത് നമ്മുടെ മുന്നിൽ പാഠമാണ്. പണമുള്ളത് കൊണ്ട് സമാധാനം കിട്ടൂല മക്കളെ, പവറുള്ളത് കൊണ്ട് സമാധാനം കിട്ടൂല. സമാധാനം വേണോ? സമാധാനം വേണോ? നമ്മളെ സൃഷ്ടിച്ച, നമ്മളെ പരിപാലിക്കുന്ന രാജാവായ റബ്ബിനെ നമ്മുടെ മനസ്സിലെത്തിരിക്കണം. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു മാഉൻ അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ,
ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം എന്ന് തുടങ്ങുന്ന സൂറത്ത് ചെറിയൊരു അധ്യായമാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ചോദിക്കുകയാണ്, ഓ മോനെ, അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ കളവാക്കുന്നവൻ ആരെന്ന് നീ കണ്ടിട്ടുണ്ടോ? ഇസ്ലാമിനെ കളവാക്കുന്നവൻ ആരാണെന്ന് നീ കണ്ടിട്ടുണ്ടോ? നമുക്ക് ചുറ്റും ജീവിക്കുന്ന അനാഥ മക്കൾ, ബാപ്പയില്ലാത്ത മക്കൾ, ഉമ്മ നഷ്ടപ്പെട്ട മക്കൾ, ആ മക്കളെ തള്ളിക്കളയുന്നവനാണ് മതത്തെ കളവാക്കുന്നവൻ. ആ മക്കളെ കണ്ടില്ലെന്ന് നടിക്കുന്നവനാണ് ഇസ്ലാമിനെ കളവാക്കുന്നവൻ. മിസ്കീന്മാരായ പാവപ്പെട്ടവന്റെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പാവപ്പെട്ട മനുഷ്യന് ഭക്ഷണം കഴിക്കണം, അവന്റെ വയറ് നിറക്കണം. ആ വിഷയത്തിൽ ഒരു ഉത്കണ്ഠയും ഇല്ലാത്തവൻ അവനാണ് ഇസ്ലാമിനെ കളവാക്കുന്നത്. എന്നിട്ട് അല്ലാഹു പറയാണ്, ഫവൈലുൽ ലിൽ മുസല്ലീൻ. ആ വിഷയവുമായി ബന്ധമുള്ളതല്ല, മറ്റൊരു വിഷയത്തിലേക്കുള്ള കടക്കാണ്. ഫവൈലുൽ ലിൽ മുസല്ലീൻ. അല്ലാഹുവിന്റെ സാമീപ്യം ലഭിക്കാൻ, അല്ലാഹുവിന്റെ സാന്നിധ്യം ലഭിക്കാൻ, നിന്റെ മനസ്സ് നന്നാകാൻ ചെയ്യേണ്ട ഏറ്റവും വലിയ ഇബാദത്ത്, അഫ്ദൽ ഇബാദത്തിൽ ബദനിയ്യത്തി കുല്ലിഹാ, നിന്റെ ശരീരം കൊണ്ട് നിർവഹിക്കുന്ന ഇബാദത്തുകളിൽ ഏറ്റവും പോരിശയായ ഇബാദത്ത് നിസ്കാരം. ആ നിസ്കരിക്കുന്ന ആളുകൾക്കാണ് വൈലെന്ന് പറയുന്ന നരകം. അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. എങ്ങനത്തെ നിസ്കാരക്കാരാണ്? ഒന്നുകിൽ അവരെ നിസ്കാരം അവരെ സമയം തെറ്റി നിസ്കരിക്കുന്നു, അല്ലെങ്കിൽ നിസ്കാരം തെറ്റിച്ച് നിസ്കരിക്കുന്നു. അതിൽ ഓതാൻ അറിയാത്തതിന്റെ പേരിൽ അത് പഠിക്കാൻ ശ്രമിക്കാതെ ഉള്ളറിവ് വെച്ച് അവര് നിസ്കരിക്കുന്നു. എന്നിട്ട് അല്ലാഹു പറയാണ്, അല്ലദീനഹും യുറാഊൻ. മാത്രമല്ല, അവരുടെ കർമ്മങ്ങൾ, അവരുടെ അമലുകൾ അല്ലാഹു കാണാൻ വേണ്ടി എന്നതിന് പകരം ജനങ്ങളുടെ മുന്നിൽ ആളാവാനെന്ന ചിന്തയിലേക്ക് മാറിപ്പോയിട്ടുണ്ട്. അവസാനം അല്ലാഹു പറഞ്ഞു, ഇവിടെയാണ് എന്റെ വിഷയം. അവസാനം അല്ലാഹു പറയാണ്, വയംനഊനൽ മാഊൻ. ആർക്കാ മക്കളെ വൈലെന്ന നരകമുള്ളതെന്നറിയോ? വയംനഊനൽ മാഊൻ. മറ്റൊരു മുസ്ലിമായ മനുഷ്യന് വല്ല ഉപകാരവും കിട്ടുമെന്ന് കണ്ടാൽ ആ ഉപകാരത്തെ തടയുന്നവൻ, ആ ഉപകാരത്തെ ഇല്ലായ്മ ചെയ്യുന്നവൻ, അല്ലെങ്കിലോ മറ്റൊരു മുസ്ലിമിനെ മാനസികമായി സംഘർഷത്തിലാകുന്നവൻ, മറ്റൊരു മുസ്ലിമിനെ മാനസികമായി പീഡിപ്പിക്കുന്നവൻ, അത് ഭർത്താവ് ഭാര്യയോട് ചെയ്താലും ഭാര്യ ഭർത്താവിനോട് ചെയ്താലും മാതാപിതാക്കൾ മക്കളോട് ചെയ്താലും തെറ്റ് തന്നെയാണ്. ഒരു മനുഷ്യന്റെ സമാധാനവും നീ കാരണം നഷ്ടപ്പെടരുത്. ഒരു മനുഷ്യന്റെ ഉറക്കവും നീ കാരണം നഷ്ടപ്പെടരുത്. ഒരു മനുഷ്യനും നിന്നോട് കയർത്തതിന്റെ പേരിൽ എനിക്കത് അവനോട് പറയേണ്ടി വന്നല്ലോ എന്ന് ചിന്തിക്കാൻ ഇടവരുത്തരുത്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുന്നു. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 23 കൊല്ലം അവിടുത്തെ മുൻപല്ല് പൊട്ടി അവിടുന്ന് സ്വഹാബത്തിനെ യുദ്ധക്കളത്തിലേക്ക് പറഞ്ഞയച്ചു. ഒരുപാട് അധ്വാനിച്ചുണ്ടാക്കിയ പരിശുദ്ധ ദീന് അതിന്റെ നിയമങ്ങളെ മറികടക്കുമ്പോൾ ഒന്ന് മനസ്സിലാക്കണേ. ഇന്നും ഞാനൊരു ചെറുപ്പക്കാരനോടത് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഇവിടെ ഹൈസ്കൂളിൽ ഒരു ക്ലാസ് നടന്നു. +2 10-20 കുട്ടികൾക്ക് ഒരു ക്ലാസ് എടുക്കാൻ ശ്രമിച്ചു. ആ മക്കളോട് ഞാൻ ചോദിച്ചു, മക്കളെ ഇന്ന് സുബ്ഹി നിസ്കരിച്ച മക്കൾ എത്ര? 10-ൽ താഴെ മക്കളാണ് സുബ്ഹി നിസ്കരിച്ചത്. ഒരു പേജ് ഖുർആൻ ഓതിയ മക്കൾ എത്ര? 5-ൽ താഴെ മക്കളാണ് ഖുർആൻ ഓതിയത്. ചോദിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നമ്മുടെ നേതാവെന്ന് പറയാൻ മാത്രമുള്ള ഒരു നേതാവാണോ? മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ മുതൽ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ മുതൽ ഇങ്ങോട്ട് വന്ന സർവ്വ മഹാന്മാരും അവർക്ക് വിലായത്തിന്റെ പദവി ലഭിച്ചത് എങ്ങനെയാണ്? മഹാന്മാർ അവരുടെ മർത്തബയിൽ എത്തിയത് എങ്ങനെയാണ്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിലാക്കിയത് കൊണ്ടാണ്. അത് വേണ്ട വിധത്തിൽ മനസ്സിലാക്കിയത് കൊണ്ടാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് നിർദ്ദേശിച്ച ഓരോ നിർദ്ദേശത്തിനെതിരെയും എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ നടന്നു പോകരുത്, ചിന്തിച്ചു പോകരുത്. എന്റെ പ്രസംഗം കേൾക്കുന്നവരോട് പ്രത്യേകം ഉണർത്തുകയാണ്. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളതാ പൊട്ടി
പൊട്ടിക്കരയുന്ന ഒരു സമയം മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വന്ന് കാണുമ്പോൾ ഹബീബായ തങ്ങൾ കരയുന്നു. ഓ നബിയേ, എന്തിനാ തങ്ങൾ കരഞ്ഞത്? അപ്പൊ പറഞ്ഞു, അലിയെ, ഒരു ആയത്ത് അല്ലാഹു തആല ഇറക്കി, അതിങ്ങനെ ആലോചിച്ച് ഞാൻ കരയുകയാണ്. ഉടനെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞു, നബിയേ, ഏതാണ് ആയത്ത്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്ത് ഓതി കൊടുക്കുകയാണ്. അല്ലദീന, ഒരു വിഭാഗം ആളുകൾ എന്റെ സമുദായത്തിൽ വരാനുണ്ട്. എങ്ങനത്തെ വിഭാഗമാണ്? ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ. മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്തിച്ച് പേടിച്ച് ഭയന്ന് കരയുന്ന രംഗം. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചോദ്യം, നബിയെ, ആയത്ത് ഏതാണ്? ആയത്തിൽ പറയുന്നത് എന്താണ്? വല്ലദീന, ഒരു വിഭാഗം ആളുകൾ എന്റെ സമുദായത്തിൽ വരും. അവരെ നിസ്കാരത്തെ പായാക്കി കളയുന്നവരാണ്. കേട്ടിട്ടില്ലേ മുഅ്മിനീങ്ങളെ? അക്കാലത്ത് സ്വഹാബി വനിതകൾ യജമാനന്മാരുടെ വെട്ടുകൊള്ളുമെന്നറിഞ്ഞോ, അതാ കുത്തു കിട്ടുമെന്നറിഞ്ഞോ, എന്നിട്ടും മറഞ്ഞുകൊണ്ട് അവർ നിസ്കരിച്ചു, എന്നിട്ടും മറഞ്ഞുകൊണ്ട് അവർ ഖുർആൻ ഓതി. അക്കാലത്തിന്റെ വിധങ്ങൾ പറയാണ്, എന്റെ സമുദായത്തിൽ ഒരു വിഭാഗം വരും. അവർക്ക് സുഭിക്ഷമായ ഭക്ഷണമുണ്ട്, അവർക്ക് താമസിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്, അവർ സുഖലോലുപതയുടെ മെത്തയിൽ ജീവിക്കുന്നവരാണ്. പക്ഷേ അവര് നിസ്കാരത്തെ പായാക്കി കളയുന്നവരാണ്. നിസ്കാരത്തെ നഷ്ടപ്പെടുത്തുമെന്ന് മാത്രമല്ല, തുടർന്നുള്ള പറയാണ്, അതാ അവര് വികാരത്തിനടിമപ്പെടുന്നവരാണ്, അവര് സെക്സിനടിമപ്പെട്ട് ജീവിക്കുന്നവരാണ്. 18, 19, 20 വയസ്സ് തികയുന്നതിന് മുമ്പ് 7, 8 പഠിക്കുന്ന പെൺകുട്ടികൾക്ക് ലൈനാണ്, ആൺകുട്ടികൾക്ക് പ്രേമമാണ്, പ്രണയമാണ്. അതാ മുഅ്മിനീങ്ങളെ, വികാരത്തിനടിമപ്പെട്ട് ജീവിക്കുന്ന ഒരു വിഭാഗം എന്ന സമുദായത്തിൽ വരാറുണ്ട്. അത്തരക്കാർ അല്ലാഹുവിന്റെ മുന്നിൽ ശക്തമായ ശിക്ഷ നേരിടേണ്ടവരാണ്. കാരണം അല്ലാഹു തന്നതല്ലേ ഭക്ഷണം, അല്ലാഹു തന്നതല്ലേ ഓക്സിജൻ, അല്ലാഹു തന്നതല്ലേ കിടക്കാനുള്ള വീട്, അല്ലാഹു തന്നതല്ലേ നിനക്കെല്ലാം. ആ റബ്ബ് തന്ന നിഅമത്തുകൾ ഉപയോഗപ്പെടുത്തി അല്ലാഹു വിരോധിച്ച തെറ്റിന്റെ പിന്നാലെ പോകുന്നവരെ സംബന്ധിച്ച് ഹബീബായ തങ്ങൾ പറഞ്ഞു, അവരല്ലാഹു വെറുതെ വിടൂല. അവരിപ്പോ സന്തോഷത്തോടെ ജീവിച്ചോട്ടെ, അവരെങ്ങനെ വേണമെങ്കിലും ജീവിച്ചോട്ടെ. പക്ഷേ ഒരു ദിവസം വരാനുണ്ടേ മോനെ, നരകത്തിലേക്ക് ഒരു വിഭാഗത്തെ, സ്വർഗത്തിലേക്ക് മറ്റൊരു വിഭാഗത്തെ അല്ലാഹു തആല യാത്രയാക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. അന്ന് സ്വർഗത്തിൽ ഔലിയാക്കളാണ്, ശുഹദാക്കളാണ്, ഇമാമിങ്ങളാണ്. നമ്മുടെ നാട്ടിൽ ഇസ്ലാം ദീനിന്റെ വെളിച്ചം കൊണ്ടുവന്ന മഹാന്മാരാണ്. ആ സ്വർഗത്തിലേക്ക് പോകുന്നവരാരെന്നറിയോ? അവര് തഹജ്ജുദ് എടുത്തവരാണ്, അവര് നല്ല സ്ഥാപനങ്ങൾ നിർമ്മിച്ചവരാണ്, അവര് നല്ലതിനു വേണ്ടി കൂട്ടുനിന്നവരാണ്. അവര് ദിക്റും സ്വലാത്തും തസ്ബീഹും തഹ്ലീലും ഇസ്തിഗ്ഫാറും ഹദ്ദാദും റാത്തീബും ഖുതുബിയത്തും മൗലിദും തുടങ്ങി നിന്റെ മനസ്സിന്റെ വൈകല്യങ്ങളെ മാറ്റിപ്പിടിക്കാനുള്ള സൂത്രം പണിതവരാണ്. അതേസമയം അബൂജഹലും മുത്ബത്തും ശൈബത്തും നമ്രൂദും ഫിറഔനും ഹാമാനും തുടങ്ങി ഇസ്ലാമിന്റെ ശത്രുക്കളുള്ള മറ്റൊരു വീട്ടിലേക്ക് പോകുന്നവരാരെന്നറിയോ? അവര് അന്യ സ്ത്രീയുടെ പിന്നാലെ പോയവരാ, അന്യപുരുഷന്റെ പിന്നാലെ പോയവരാണ്. അവര് നിസ്കാരം നഷ്ടപ്പെടുത്തിയവരാണ്, അവര് മക്കളെ അതാ നല്ല നിലക്ക് വളർത്താത്തവരാണ്. കണ്ടിട്ടില്ലേ? അതുകൂടെ പറഞ്ഞാൽ നിർത്തുന്നു. ചില പാപ്പമാര് ലജ്ജ തോന്നുന്നു. മുസ്ലിമീങ്ങളെ, ഈ കൂട്ടത്തിൽ അങ്ങനത്തെ ആളുകളാരും ഇല്ലെന്ന് തന്നെ മനസ്സിലാക്കി പറയട്ടെ. മക്കളെ ഇങ്ങനെ ഉണ്ടാക്കി വിട്ടാൽ എന്തോ വലിയ ഉത്തരവാദിത്തം കഴിഞ്ഞതുപോലെ പാടില്ല കേട്ടോ. നാളെ റബ്ബിന്റെ കോടതിയിൽ, അള്ളാന്റെ കോടതിയിൽ കോളറൊക്കെ പിടിക്കും ആ മക്കൾക്ക് അറിവ് പഠിപ്പിക്കേണ്ടത് പാപ്പന്റെ ഉത്തരവാദിത്തമാണ്.
ഉമ്മന്റെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടുന്ന പാപ്പമാർ, ആ ഉത്തരവാദിത്തം കണ്ടില്ലെന്ന് നടിക്കുന്ന ഉമ്മമാർ, അവർ അബൂജഹലിന്റെ കൂടെ നരകത്തിലാണ്, അവർ ഇസ്ലാമിന്റെ ശത്രുക്കളുടെ കൂടെ നരകത്തിലാണ്. അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് ഞങ്ങളെ മക്കളെ ദീനിന്റെ ഖാദിമീങ്ങളായ സുന്നത്ത് ജമാഅത്തിന്റെ സേവകന്മാരായ നല്ല മുഖ്ലിസീങ്ങളായ മക്കളാക്കി തരണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ധാരാളം മുഅ്മിനീങ്ങളുണ്ട്, മുഅ്മിനാത്തുകളുണ്ട്. ഒരുപാട് സങ്കടം പറഞ്ഞവർ, നമ്മുടെ മജ്‌ലിസിൽ സ്ഥിരമായി പ്രതീക്ഷയർപ്പിക്കുന്ന മുസ്ലിമീങ്ങൾ, അല്ലാഹുവേ, അവരുടെ എല്ലാവിധ രോഗങ്ങളും നീ ശിഫയാക്കണം റഹ്മാനേ. മുഴുവൻ ആഗ്രഹങ്ങളും നീ പൂർത്തിയാക്കി കൊടുക്കണം റഹ്മാനേ. അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് ഞങ്ങളെ സ്ഥാപനത്തിൽ പഠിക്കുന്ന മക്കളെയും ഖിയാമത്ത് നാൾ വരെ നീ ഉന്നതങ്ങളിലേക്ക് എത്തിക്കണേ റഹ്മാനേ. അല്ലാഹുവേ, അതിനു വേണ്ടി സഹകരിച്ച സർവ്വ മുഅ്മിനീങ്ങൾക്കും നീ ഖൈർ പ്രദാനം ചെയ്യണം റഹ്മാനേ. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ അപാരമായ തൗഫീഖ് കൊണ്ട് നമുക്ക് ഇപ്പൊ ഇന്ന് കമ്മിറ്റി മീറ്റിംഗ് ഉണ്ടായിരുന്നു. അള്ളാഹുവിന്റെ അപാരമായ തൗഫീഖ് കൊണ്ട് ഇന്ന് നമ്മുടെ കമ്മിറ്റി മീറ്റിംഗ് ആണ്. ആ മീറ്റിംഗിൽ വളരെ പ്രധാനപ്പെട്ട തീരുമാനിച്ച ഒരു കാര്യം, പിന്നെ കഴിഞ്ഞ സ്വലാത്തിൽ നമ്മൾ സിമന്റിന്റെ കാര്യം പറഞ്ഞിരുന്നു. അത് ഏറ്റെടുത്തവരൊക്കെ ഇൻഷാ അല്ലാഹ് അതിന്റെ പൈസ പരമാവധി പെട്ടെന്ന് തന്നാൽ വലിയ ഉപകാരം. ഒരു ചെറിയ കുട്ടി 5 ചാക്ക് സിമന്റ് ഏറ്റെടുത്തു എന്ന് പറഞ്ഞു. ഇൻഷാ അല്ലാഹ് അവസാനം നമുക്ക് ദുആക്ക് അല്ലാഹു തആല ആ കുട്ടിക്ക് എല്ലാവിധ ഖൈറും നൽകട്ടെ. ഞാൻ പറഞ്ഞത് ഇന്ന് മീറ്റിംഗ് കൂടി വരുന്ന 2025 ഫെബ്രുവരി 10, 11, 12, 13 തീയതികളിലായി നമ്മുടെ സ്ഥാപനത്തിൽ വെച്ച് വളരെ വിപുലമായി 9ാം വാർഷികവും ഖുർആൻ സമ്മേളനവും നടത്തപ്പെടുകയാണ്. 60ഓളം കുട്ടികൾ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് 3 വർഷത്തെ പഠനം പൂർത്തിയാക്കി അൽഹംദുലില്ലാഹ് അവർ കോട്ടും സർട്ടിഫിക്കറ്റും ഒക്കെ വാങ്ങി ഇറങ്ങുന്ന ചലനം ആ സമയത്താണ്. ആ പരിപാടി വിജയിപ്പിക്കാൻ നിങ്ങളൊക്കെ മുന്നിട്ടിറങ്ങണം എന്ന് ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം അതിന്റെ ഭാഗമായി സ്വാഗത സംഘ യോഗം ഇൻഷാ അല്ലാഹ് ഈ മാസം 25-ാം തീയതി, അതായത് ജനുവരി 26 ഞായറാഴ്ച അസ്തമിച്ച തിങ്കളാഴ്ച രാത്രി കൃത്യം 8:30 നമ്മുടെ സ്ഥാപനത്തിൽ വെച്ച് നടക്കും. നമ്മുടെ പരിപാടിക്ക് എത്തുന്ന ഗസ്റ്റുമാരെ സ്വീകരിക്കാൻ, അതുപോലെ മറ്റ് എല്ലാ സംവിധാനങ്ങൾക്കും കമ്മിറ്റിക്കാർക്ക് തന്നെ ഇങ്ങനെ ഓടി നടക്കാൻ കഴിയില്ല. അതിനൊക്കെ ഓരോ ആളുകളെ നമുക്ക് ചുമതലപ്പെടുത്തി, അതൊക്കെ അള്ളാന്റെ ദീനിന് വേണ്ടി ചെയ്യുന്ന വലിയ സേവനമാണ്. നാളെ നമുക്ക് മരിക്കുന്ന സമയത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് സന്തോഷത്തോടെ സ്വർഗ്ഗത്തിന്റെ ഫോട്ടോ കണ്ട് മരിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിനൊക്കെ ഉള്ള വലിയൊരു സബബാണത്. കാരണം കേരളത്തിലൊക്കെ പരിചയമുള്ളവർക്കറിയാം, ഒരു സമ്മേളനം ഇങ്ങനെ ആസൂത്രണം ചെയ്താൽ പിന്നെ ഊണില്ല, ഉറക്കമില്ല, ആരെങ്കിലും സ്വീകരിക്കലായി തകൃതിയായ ജോലികളാണ്. പിന്നെ നമ്മളെ തിരക്കൊക്കെ അവിടെ മാറ്റി വിടണം. നമ്മളെ പണികളൊക്കെ അല്ലാഹു തആല സന്തോഷത്തോടെ അങ്ങ് നടത്തിത്തരും. അതിൽ ഒരു സംശയവും വേണ്ട. നമുക്ക് അല്ലാഹുവിൽ അചഞ്ചലമായ വിശ്വാസം മാത്രം ഉണ്ടാവണം. നിങ്ങളോടൊരു കാര്യം പറയട്ടെ, ഞാൻ ഒരു പരിപാടിക്കും വരാതെ, ഇങ്ങനത്തെ ഒരു സംഗതിക്കും വരാതെ ഞാൻ രാവിലെ 7 മണിക്ക് ഇങ്ങനെ അധ്വാനിക്കാൻ പുറപ്പെട്ടു. രാത്രി 10 മണിക്ക് ഞാൻ അധ്വാനം കഴിഞ്ഞ് തിരിച്ചു വന്നു. കുറേ ക്യാഷ് ഉണ്ടാക്കി ഞാൻ എന്റെ പെട്ടിയിൽ വെച്ചാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്റെ കുടുംബത്തിന് കഴിയാൻ ആ പൈസ മതിയാവുന്നു? വെറുതെ പറയാണ്. അതേസമയം ഒരു മനുഷ്യൻ അള്ളാന്റെ ദീനിനു വേണ്ടി ഇറങ്ങി അള്ളാന്റെ വാക്കിൽ ഒരു സംശയവും വേണ്ട, അടിയുറച്ച വിശ്വാസം മാത്രം മതി. അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ഒരു മനുഷ്യൻ നല്ലത് ഇറങ്ങി തിരിച്ചാൽ മക്കളെ നമ്മളെ കാര്യം അള്ളാഹു തആല അങ്ങ് നടത്തിത്തരും. അള്ളാഹു തആല അങ്ങ് നടത്തിത്തരും.
മനസ്സിലായില്ലേ? യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് മുക്കുവന്മാരല്ല, അല്ലാഹു തആലയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീക്കുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് അല്ലാഹു തആലയാണ്. ഫിർഔൻ നദിയിലേക്ക് വലിച്ചെറിഞ്ഞ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ രക്ഷപ്പെടുത്തിയത് അല്ലാഹു ജല്ല ജലാലുഹു ആണ്. അല്ലാഹുവിൽ മാത്രമേ നമുക്ക് രക്ഷക്കർഹതയുള്ളൂ. നിങ്ങൾക്കറിയോ, കഴിഞ്ഞ 3 ആഴ്ച മുമ്പാണ് അമേരിക്കയുടെ പ്രസിഡന്റ് സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ് ഒരു വാക്ക് പറഞ്ഞു. അങ്ങ് ഫലസ്തീനിൽ ഒരുപാട് ലക്ഷക്കണക്കിന് മക്കൾ കൊല്ലപ്പെടുകയാണ്. ലക്ഷക്കണക്കിന് ചെറിയ ഇതുപോലെയുള്ള പിഞ്ചോമന മക്കളുടെ കഴുത്തും കാലും ഒക്കെ ഇങ്ങനെ ഉടനെ വേർപെടുകയാണ്. ഈ നരഹത്യ കണ്ടിട്ട് പുഞ്ചിരിച്ച ഒരുപാട് ആളുകൾ, ഒരാളുടെ പേര് ഞാൻ പരാമർശിക്കുന്നില്ല, ഒരുപാട് ആളുകൾ. കൂട്ടത്തിൽ ഈ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റിന്റെ പദവി ഏറ്റെടുക്കാനിരിക്കുകയാണ്. അയാളൊരു പ്രസംഗമുണ്ട്. അയാൾ പറയുന്നത്, ഹമാസിലെ തടവുകാരെ പറഞ്ഞയച്ചിട്ടില്ല എങ്കിൽ 2 ആഴ്ചക്കകം ഫലസ്തീൻ നരക തുല്യമാകുമെന്നാണ്. ആ പറഞ്ഞ നാവെടുത്തിട്ടില്ല. അമേരിക്കയിലെ ഏറ്റവും വലിയ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ, ഹോളിവുഡ് നടന്മാർ മാത്രം തിങ്ങി താമസിക്കുന്ന വലിയ വലിയ അപ്പാർട്ട്മെന്റുകളാണ് അള്ളാഹു ഒരൊറ്റ തീജ്വാലയിലൂടെ കത്തി ചാമ്പലാക്കി കളഞ്ഞത്. തീ നടക്കാൻ പോകുന്ന ഹെലികോപ്റ്ററുകൾ പോലും കത്തി ചാമ്പലാണ്. അതാണ് അല്ലാഹു തആല. നമുക്ക് നല്ല വിശ്വാസം ഉണ്ടെങ്കിൽ മതി. സുബ്ഹിക്ക് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റാൽ ആദ്യം തന്നെ നമ്മൾ പറയുന്ന വാക്കെന്താ? അല്ലദീ അഹ്യാന ബഅദ മാ മാതന വഇലൈഹി നുശൂർ. മരിച്ചതിന് ശേഷം ജീവിപ്പിച്ച അല്ലാഹു തആല, നിനക്കാണ് സർവസ്തുതി. അതുകൊണ്ട് അള്ളാന്റെ ദീന്, ആ ദീന് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ, അതിനുവേണ്ടി പ്രവർത്തിക്കുമ്പോൾ എറിയുന്ന കല്ലുകൾ അവരറിഞ്ഞുകൊണ്ടിരിക്കട്ടെ, പറയുന്നവര് പറയട്ടെ, നമ്മൾ തളരില്ല. അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടെങ്കിൽ. ഞാൻ ഒന്നുകൂടെ നിങ്ങളോട് പറയുന്നു, അള്ളാഹുവിന്റെ അപാരമായ തൗഫീഖ് കൊണ്ട് ഒരു സ്ഥാപനം ഇന്നിന്റെ കാലത്ത് 9 കൊല്ലം പൂർത്തിയാക്കുക എന്ന് പറഞ്ഞതൊരു നിസ്സാര കാര്യമല്ല. ഈ കഴിഞ്ഞ 9 വർഷത്തിനിടയ്ക്ക് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് കളവ് പറയുന്ന കമ്മിറ്റി ഭാരവാഹികളുണ്ട്. ഇവിടെ ഒരു ഉറുപ്പിക പോലും പുറത്തു നിന്ന് കടം വാങ്ങിയിട്ട് ശമ്പളം കൊടുക്കേണ്ടി വന്നിട്ടില്ല. 68,69,000 രൂപ മാസാമാസം ശമ്പളമാണ്. ഈ ശമ്പളത്തിൽ ഒരാളോട് പൈസ കടം വാങ്ങിയിട്ട് കൊടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. അല്ലാഹു ഖിയാമത്ത് നാൾ വരെ അങ്ങനത്തെ അവസ്ഥ വരുത്താതിരിക്കട്ടെ. അന്നൊരു ചെറിയ ചെറ്റക്കൊടിലിൽ തുടങ്ങിയ ആ ഒരു മുന്നേറ്റം അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ടും കുറെ ചെറുപ്പക്കാരുടെ നിസ്സീമമായ സേവനം കൊണ്ടും അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ് ഈ നിലയിലെത്തിയെങ്കിൽ ഉറപ്പിച്ച് നമുക്ക് പറയാം, അതൊന്നും നമ്മുടെ പവറില്ല. അല്ലാഹുവിന്റെ വിശുദ്ധ കലാം രാവിലെ തന്നെ സുബ്ഹിക്ക് തന്നെ ചെറിയ പിഞ്ചോമന മക്കൾ, അതല്ലേ നബി തങ്ങൾ പറഞ്ഞത്, അലിഫ് ലാം മീം എന്ന 3 അക്ഷരം ഒരാൾ ഓതിയാൽ അയാൾക്ക് 30 പ്രതിഫലമാണ്. അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ. അലിഫ് ഒരു അക്ഷരമാണ്, ലാമും മീമും വേറെ 2-3 അക്ഷരങ്ങളാണ്. ഒരൊറ്റ അക്ഷരത്തിന് 10 പ്രതിഫലം തരുന്ന വിശുദ്ധ ഖുർആനിന്റെ സുന്ദരമായ അക്ഷരങ്ങളും പാഠങ്ങളും രാവിലെ തന്നെ വന്ന് പഠിക്കുന്നത് ആരാന്നറിയോ? വ്യഭിചരിച്ച മക്കളല്ല, കള്ളു കുടിച്ചവരല്ല, തെറ്റ് ചെയ്തവരല്ല, ജീവിതത്തിന് തെറ്റെന്തെന്നറിയാത്ത നിഷ്കളങ്കരായ മക്കൾ. അവര് വന്ന് ഈ തിരുമുറ്റത്തിരുന്നത് കൊണ്ടാണ് അള്ളാഹുവിന്റെ വലിയ ഫضل നമുക്ക് ലഭിച്ചത്. അതുപോലെ ബഹുമാനപ്പെട്ട ഉസ്താദുമാര്, എന്നോട് മറ്റു ദ്വീപിലൊക്കെ സാധാരണ ഉസ്താദുമാര് പറയുന്ന ഒരു കാര്യമാണ് അബ്റാറിന്റെ ഒരു വിജയം എന്ന് പറയുന്നത്. അവിടെ നിങ്ങൾ കുറെ ഉസ്താദുമാർ ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്നുള്ളതാണ്. തമാശ പറയില്ല, മറ്റു പല ദ്വീപിലും പല സംരംഭങ്ങളും പൊളിഞ്ഞു പോയതിന്റെ കാരണം എന്താണെന്നറിയോ? ഉസ്താദുമാർക്കിടയിൽ ഐക്യമില്ല, പ്രവർത്തകർക്കിടയിൽ ഐക്യമില്ല. ഒരാൾ ഒരു അഭിപ്രായം പറയും, മറ്റൊരാൾ മറ്റൊരു. അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് പ്രസിഡന്റാണ്. ഉസ്താദ് പറഞ്ഞതിനെതിരെ മറ്റൊരു പ്രവർത്തകരും ഇന്നേ വരെ പറയേണ്ടി വരുന്നില്ല. ആലോചിച്ച് പറയുന്നതും ദീനിന് ഉപകരിക്കുന്ന നിലക്ക് പറയുന്നതും കൊണ്ട് മറ്റു പ്രവർത്തകർക്കും അത് സന്തോഷമാണ്. കാരണം അവർ പറയാൻ ഉസ്താദ് നിങ്ങൾ തീരുമാനിച്ചിട്ട് പറഞ്ഞാൽ മതി എന്ന ഈ നിലക്ക് അച്ചടക്കമുള്ള പ്രവർത്തകർ, അച്ചടക്കമുള്ള അണികൾ, അവരാണ് എക്കാലത്തും ഈ ലോകത്ത് മുഴുവൻ മതപരമായും ഭൗതികമായും വിപ്ലവങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത്. മറിച്ച് ഭിന്നിപ്പും ഭയക്കും അനൈക്യവും അതിന്റെ പിന്നിലൊന്നും നമ്മൾ പോകേണ്ടതില്ല. ആരും മോശക്കാരാണോ, ആരും തെറ്റുകാരാണെന്നോ, അവര് നരകത്തിൽ ഇവര് സ്വർഗത്തിലെന്ന് പറയാനൊന്നും നമ്മൾ പോകേണ്ടതില്ല. നമ്മുടെ ആത്മീയത്ത് എന്താകുമെന്ന് ഒരൊറ്റ പേടിയോടെ നമ്മൾ മരിക്കാൻ കിടക്കുമ്പോൾ പുഞ്ചിരിച്ച് സുഹൃത്തുക്കളുടെ പൂമാലകൾ ഏറ്റുവാങ്ങി നമുക്ക് റാഹത്തായിട്ട് ഖബറിലേക്ക് ഒരു അന്ത്യയാത്ര ഒരുങ്ങണമെന്ന നിയ്യത്തോടെ എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഉപ്പമാരെ, കാരണവന്മാരെ, കരടിന്റെ കഷ്ണങ്ങളായ ഉമ്മമാരെ താണ് കേണു പറയുകയാണ്, നിങ്ങളുടെ മരണം വരെ നിങ്ങളും നിങ്ങളുടെ തലമുറയിലുള്ള മക്കളും ഈ സംരംഭത്തിന്റെ കൂടെ ഉണ്ടാകണമെന്ന് മാത്രം വസിയത്ത് ചെയ്ത് ഇൻഷാ അല്ലാഹ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. വരുന്ന ജനുവരി
26 ഞായറാഴ്ച അസ്തമിച്ച തിങ്കളാഴ്ച രാത്രി 8:30 നിങ്ങൾ ഇവിടെ വരണം. എന്നിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് പരിപാടിയുടെ എല്ലാ അറേഞ്ച്മെന്റും ആ സമയത്ത് റെഡിയാക്കാം. അല്ലാഹു തആല വളരെ ഭംഗിയായി നടത്താൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ച് സ്വലാത്തിലേക്ക് കടക്കുന്നു. ഇലാ ഹദറത്തിൻ നബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി